സ്പോർട്സ് കോട്ട നിയമനത്തിന് ഈ ബോഡി ബിൽഡിംഗ് ഒരു അംഗീകൃത ഐറ്റമായിട്ട് നമ്മുടെ നിയമങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ അതും മറികടന്നുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് അവരെ രണ്ടുപേരെയും പോലീസിലെടുക്കാൻ തീരുമാനിച്ചത്. വെറും പോലീസല്ല, SI ആയിട്ട് എടുക്കാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ ആ എതിർപ്പുകളൊക്കെ മറികടന്ന് മുന്നോട്ട് പോയെങ്കിലും രണ്ടുപേരും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു. പിന്നീട് വീണ്ടും ആ ഫയലുകൾ അവരുടെ അപേക്ഷ പ്രകാരം കുത്തിപ്പൊക്കി വീണ്ടും പരിശീലനം നടത്തിയപ്പോൾ ചിത്രേഷ് നടേശൻ പരാജയപ്പെട്ടു. പക്ഷേ ഷിനു ചൊവ്വ വിജയിച്ചു. അങ്ങനെ നിയമനം നൽകിക്കൊണ്ട് DGP ഉത്തരവിറക്കിയിരുന്നു. അതിന്റെ പരിശീലനം, SI ആയിട്ടുള്ള പരിശീലനം ഇന്ന് തൃശൂർ പോലീസ് അക്കാദമിയിൽ തുടങ്ങാനിരിക്കെയാണ് ഇന്നലെ രാത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി വേഗത്തിൽ ഇടപെട്ടത്. തൽക്കാലം ആ പരിശീലനത്തിൽ ഷിനു ചൊവ്വ പങ്കെടുക്കേണ്ടതില്ല, അദ്ദേഹത്തോട് കുറച്ചു ദിവസം മാറി നിൽക്കാൻ പറയൂ. മാത്രവുമല്ല, ഈ നിയമനത്തിനെതിരെ ഉയർന്നിട്ടുള്ള പരാതികളെക്കുറിച്ചും എന്തുകൊണ്ട് നിയമനം നടത്തി എന്നതിനെക്കുറിച്ചും വിശദമായ ഒരു റിപ്പോർട്ട് നൽകാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് പരിശോധിച്ചിട്ട് ഈ നിയമനം റദ്ദാക്കണോ അല്ലെങ്കിൽ നിയമനം തുടരണോ എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കും. അതിനുശേഷം ഷിനു ചൊവ്വയ്ക്ക് പരിശീലനം ഉണ്ടെങ്കിൽ, റദ്ദാക്കുന്നില്ല എങ്കിൽ പരിശീലനത്തിലേക്ക് പോകാം എന്നൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും റദ്ദാക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും പിണറായി സർക്കാർ നടത്തിയ ഒരു ഇടതനുകൂലിക്ക് വേണ്ടി നടത്തിയ വഴിവിട്ട നിയമനം എന്ന് പറയപ്പെടുന്ന ഈ നിയമനത്തിൽ രമേശ് ചെന്നിത്തല ഇടപെടുന്നു, ആഭ്യന്തരമന്ത്രി ഇടപെടുന്നു. തൽക്കാലം അത് മരവിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ഈ ഷിനു ചൊവ്വയും ചിത്രേഷ് നടേശനും രണ്ടുപേർക്കും ആദ്യഘട്ടത്തിൽ നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും നിയമനം നൽകിക്കൊണ്ട് DGP ഉത്തരവിറക്കുകയും ചെയ്തു. അതായത് അവർ രണ്ടുപേരും ശാരീരികക്ഷമതാ പരീക്ഷയെ പരാജയപ്പെട്ടപ്പോഴാണ് ഇത് വലിയ വിവാദമായിരുന്നത്. പക്ഷേ ശാരീരികക്ഷമതാ പരീക്ഷ ഈ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ കായിക ഇനത്തിൽ പോലീസിൽ കയറുന്നതിന് മായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇളവുകൾ വരുത്തിക്കൊണ്ട് ADGP S ശ്രീജിത്താണ് ഇതിനൊരു റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെയാണ് DGP ഇവരെ രണ്ടുപേരെയും ഈ പോലീസിലേക്ക് എടുക്കാൻ വേണ്ടി SI-മാരായി നിയമനം നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ SI-മാരായി നിയമനം നൽകിയപ്പോൾ ഇരുവർക്കും വേണ്ടി വൈദ്യപരിശോധന നടത്തി. അതിനകത്ത് ചിത്രേഷ് നടേശൻ പരാജയപ്പെട്ടു, ഷിനു ചൊവ്വ മാത്രമായി. അപ്പോൾ ഷിനു ചൊവ്വയ്ക്ക് ഒരു വർഷത്തെ പരിശീലനം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആ പരിശീലനത്തിന് ശേഷം SI ആയി നിയമനം നൽകുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് നിർത്തലാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നൽകി വരുന്ന പരിശീലനം നിർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ, ഷിനു ചൊവ്വയ്ക്ക് നിയമനം നൽകുന്നതിൽ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള പരാതികൾ, അതിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ ഷിനു ചൊവ്വയെ SI ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കാനുള്ള നീക്കം തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം ഈ നിയമനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന്, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നൊക്കെ തന്നെ വ്യാപകമായി പരാതി ഉയർന്നു വന്നിരുന്നു. അതായത് CPM ബന്ധം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചട്ടം ലംഘിച്ചുകൊണ്ട് വഴിവിട്ട നിയമനം നടക്കുന്നെന്നുള്ളതായിരുന്നു ആരോപണം. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നതും. ഇപ്പോൾ SI ആയിട്ടുള്ള പരിശീലനം അത് നിർത്തിവെക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രി നേരിട്ട് DGPയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്.